ട്രെക്കിംഗ് കുടജാദ്രിയിലേക്ക് ജീപ്പിൽ യാത്ര അതിസാഹസികമായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കുലുങ്ങിയും ജീപ്പ് മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. പാത എന്നൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയോ വഴി തെളിയിച്ചിരിക്കുന്നു. സാഹസികമായ ആ ട്രെക്കിംഗ് അത് ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു. ജീപ്പിന് വേഗത കുറവൊന്നുമില്ല. വേഗതയിൽ ഓടിച്ചാൽ മാത്രമേ ആ കരിങ്കല്ലിലൂടെ പാറക്കെട്ടുകളിലൂടെ ജീപ്പ് മുകളിലേക്ക് പോവുകയുള്ളൂ. വളവുകൾ തിരിഞ്ഞ് സാവധാനം നമ്മളുടെ ജീപ്പ് അവിടെ നിന്നു. ദൂരേക്ക് നോക്കിയപ്പോഴാണ് മുന്നിൽ 2 ജീപ്പുകൾ ട്രക്കിംഗ് ചെയ്ത് ഏറ്റവും മുന്നിലുള്ള ജീപ്പ് കയറാൻ പറ്റാതെ മുകളിലേക്കും അടിയിലേക്കും മാറി എടുത്ത് പൊടിയെല്ലാം പറത്തി ആ ജീപ്പ് വളരെയധികം പ്രയാസപ്പെട്ട് മുകളിലേക്ക് കയറ്റുന്നു. ആ ഡ്രൈവർ അതിസാഹസികമായാണ് ആ ജീപ്പ് മുകളിലേക്ക് കയറ്റിയത്. പിന്നെ അതിൻ്റെ പിന്നുള്ള ജീപ്പ് കയറി. പിന്നെ നാം ഇരിക്കുന്ന ജീപ്പ്, അതും സാഹസികമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഡ്രൈവർക്ക് മത്ത് പിടിച്ച പോലെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. നിത്യ അഭ്യാസി ആനയെ എടുക്കുമെന്ന് പറഞ്ഞ പോലെ ജീപ്പ് അദ്ദേഹത്തിൻ്റെ ഉള്ളം കയ്യിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നുണ്ടായിരുന്നു. ഞാനും കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരും ഗംഭീരമായ അതിശയത്തിലായിരുന്നു. അങ്ങനെയാണ് ഇവർ ഈ യാത്ര ചെയ്യുന്നത്. എങ്ങനെയാണ് ജീപ്പ് ഇതിൻ്റെ മലമുകളിലേക്ക് കയറുന്നത്? ഞാനും യാത്രക്കാരും വളരെ അതിശയത്തിലായിരുന്നു. ജീപ്പിൽ നിന്നിറങ്ങി നടവഴിയിലൂടെ നടക്കാനായിട്ട് തുടങ്ങി. നടവഴി മാത്രമേ ഉള്ളൂ. കല്ലും മുള്ളുകളും നിറഞ്ഞ നടവഴികൾ. നടക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് എല്ലാവരും വളരെ സശ്രദ്ധം മുകളിലേക്ക് കയറുന്നു. മുകളിലേക്ക് പോകുന്തോറും മലയുടെ രീതി മാറിക്കൊണ്ടിരുന്നു. കടുത്ത പാറക്കെട്ടുകൾ, ഒരു പാദം പോലും വയ്ക്കാൻ പറ്റാത്ത അത്രയും പാറക്കെട്ടുകളുടെ ആ ഒരു ദുരിതാവസ്ഥ. അതുപോലെ തന്നെ ചരിഞ്ഞ പ്രതലത്തിലൂടെയുള്ള ഒറ്റയടി പാതകൾ. വളരെ അപകടം പിടിച്ചത് തന്നെയാണ് ആ പാതകൾ. പക്ഷേ സധൈര്യം മുന്നോട്ട് പോകുന്നവർക്ക് അതൊരു പ്രശ്നമേ ഇല്ല. ആദിശങ്കരൻ്റെ സർവജ്ഞ പീഠം കയറാനായി എത്രയെത്രയോ ഭക്തന്മാർ സഞ്ചരിച്ച വഴികളാണിതെല്ലാം. കുറേ കഴിഞ്ഞപ്പോൾ തണലിലൂടെ, വൃക്ഷങ്ങൾക്കിടയിലൂടെ ഒരു യാത്ര. ഞാനും മുന്നോട്ട് നടന്നു നീങ്ങി. ഉള്ളിൽ ആദിശങ്കര ഭക്തി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നോ എത്താൻ വേണ്ടി കാത്തിരുന്നായിരുന്നു അവിടെ. അവസാനം അവിടേക്ക് ഞാനും എത്തുകയാണ്. പാത വീണ്ടും ഉരുളൻ കല്ലുകളുടെ, ഇളകുന്ന കല്ലുകൾക്കിടയിലൂടെ, പാറക്കഷ്ണങ്ങളിലൂടെ വീണ്ടും മുന്നോട്ട്. ഓരോ കാൽപാദങ്ങൾ വയ്ക്കുമ്പോഴും സൂക്ഷിച്ചായിരുന്നു. മനസ്സിൽ ചെറിയ ഒരു ഭയം ഇല്ലാതെയിരുന്നില്ല. കാലുകൾ കല്ലുകൾക്കിടയിൽ പെട്ടാലുണ്ടാകുന്ന ആ മുറിവുകൾ, അത് തുടർന്നുള്ള യാത്രയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഞാനടക്കമുള്ള എല്ലാവരും ആ മല കയറിയത്. അതിഗംഭീരം തന്നെയാണ്. ആദിശങ്കരൻ കയറിയ അതേ പാത അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. ദൂരെ സർവജ്ഞപീഠം കണ്ടപ്പോൾ ഉള്ളിലുണ്ടായിട്ടുള്ള ഒരു ആനന്ദം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അതിന് ഒരു വാക്ക് ഉണ്ടായിരുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി ആ സർവജ്ഞപീഠത്തിലേക്ക് അടുത്തു. കാണാൻ എന്തൊരു ഭംഗിയാണ്, എന്തൊരു ശാന്തമായ അന്തരീക്ഷമാണ് അവിടെയുള്ളത്. ഞാനും അവിടെ എത്തി. വളരെ ആദരവോടെ, ബഹുമാനത്തോടെ, ഭക്തിയോടെ ഞാനും കൂട്ടരും അവിടെ എത്തി.
മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ന ച പ്രാണസംയോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതു ന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തപായു ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്തോ ന കാമോ ന മോക്ഷഃ ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാനയജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താ ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ന മൃത്യുർന ശങ്കാ ന മേ ജാതിഭേദാ പിതാ നൈവ മേ നൈവ മാതാ ന ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യഃ ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭൂത്വാ ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസങ്കതോ നൈവ മുക്തിർന മേയാ ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം. ഞാൻ
ഞങ്ങളൊന്നും പറയില്ല. ഉള്ളത് ഇവിടെ ഇരിക്കാം. കാല് വെച്ചിട്ട് ഇവിടെ ഇരിക്കാം.